നമസ്കാരം. മലേഷ്യയിലെ കോലാലംപൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്നതും ഒരുപാട് ഇന്ത്യൻ കടകൾ ഉള്ളതുമായ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന പേരിലാണ്. അവിടുത്തെ രാവിലത്തെ കാഴ്ച കാണാനാണ് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത്. അവിടെ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ വരുന്നത്. ഇത് പെറ്റാലിംഗ് സ്ട്രീറ്റ് ആണ്. രാത്രിയിൽ മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഇത്. പിന്നെ ഇവിടെ തന്നെ ഒരു ചൈനീസ് ക്ഷേത്രം കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് നമുക്ക് പോകാനുള്ള ക്ഷേത്രം ഉള്ളത്. രാവിലെ തന്നെ നടക്കാൻ നല്ല രസമാണ്. ഇതുപോലുള്ള സൈക്കിളൊക്കെ നമുക്ക് എടുത്തിട്ടും പോവാം. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളും ഉണ്ട്. ഇതൊക്കെ ഓരോരോ ഹോട്ടലുകളൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്താനായേ ഇവിടെ ചെറിയൊരു പൂക്കടകളുണ്ട്. ചെറിയ മാലകളൊക്കെ ഇതാ ഇവിടെ കാണാം. ഇവിടെ ഇപ്പം 3 കടകളാണുള്ളത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇവിടെ തന്നെയാണ് ക്ഷേത്രം. പക്ഷെ ഇതിൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ ഈ റോഡിൻ്റെ അവിടെ നിന്ന് നോക്കണം. ഇതാണ് ആ ഒരു ഭാഗം. നല്ല കൊത്തുപണികളാണ് ഇവിടെയായിട്ട് കാണാനായി സാധിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള വഴി ഇതിലൂടെയാണ്. ശ്രീ മഹാമാരിയമ്മൻ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇനിയിപ്പോൾ ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് നേരെ അകത്തേക്ക് കയറാം. തമിഴ് വാസ്തുവിദ്യയിൽ പണിതൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതുവഴി നടക്കാം. ഇവിടെ ഈ കാണുന്ന ഭാഗമില്ലേ, ഇതൊരു കല്യാണ മണ്ഡപം കൂടിയാണ്. പിന്നെ ഈ ഭാഗത്തും ഒരുപാട് ചെറിയ പ്രതിമകളൊക്കെ കാണാം. മലേഷ്യയിലെ, അതായത് കോലാലംപൂരിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. 1873 ഈ ഒരു ക്ഷേത്രം സ്ഥാപിതമായത്. കൂടാതെ തന്നെ നമ്മുടെ പിറകിൽ കാണുന്നില്ലേ ഒരു ഗോപുരം, അതായത് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം 5 നിലകളാണ് വരുന്നത്. അത് 1968 സ്ഥാപിച്ചിട്ടുണ്ടായത്. കൂടാതെ തന്നെ അതൊക്കെ എന്താ പറഞ്ഞാൽ നമ്മൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് ആ ഒരു ചിത്രങ്ങളൊക്കെ ചുമരുകളിലും തൂണുകളിലൊക്കെ കൊത്തിയെടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ദോശയാണ് പറഞ്ഞത്. ഒരു പ്ലെയിൻ ദോശയുണ്ട്, പിന്നെ ചട്നി തന്നെ 2 ടൈപ്പിലുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ സാമ്പാർ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ 2 മിൽക്ക് കൂടെ പറഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി 16 റിങ്കറ്റാണ് ആകെ ആയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെക്കാട്ടിയും ഇരട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. ഇരട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൽ കൂടുതലാണ്. പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഐറ്റം തന്നെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ, അതായത് ഡൽഹിയിലും പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പം ഇത് നമ്മുടെ രാജ്യം കൂടിയല്ല, വേറൊരു രാജ്യം കൂടിയാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു. അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഫുഡൊന്നും അല്ല. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ തന്നെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കയറിയ പിന്നെ റെസ്റ്റോറൻ്റ് ഇല്ലേ, അതൊരു തമിഴ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കിട്ടാത്തതായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ബോർഡ് കാണുന്നില്ലേ, അതിൽ KL സെൻട്രൽ, നേരെ അതിന്റെ മുകളിലായി ബ്രിക്ക് ഫീൽഡ്സ് എന്ന് കാണുന്നില്ലേ, അതാണ് നമുക്ക് പോകാനുള്ള ലിറ്റിൽ ഇന്ത്യയിലെ ആ സ്ഥലം. പിന്നെ ഇവിടെ തന്നെയാണ് കോലാലംപൂർ റെയിൽവേ സ്റ്റേഷൻ, അതായത് ട്രെയിനിന്റെ സ്റ്റേഷനാണ്. കോലാലംപൂർ സ്റ്റേഷനെക്കാട്ടിയും പ്രധാനപ്പെട്ട സ്റ്റേഷൻ KL സെൻട്രൽ സ്റ്റേഷനാണ്. പിന്നെ ഇതിലൂടെ തന്നെയാണ് മെട്രോയും കടന്നു പോകുന്നത്. സുഖമായിട്ട് നടന്നു പോവാം. നല്ല വഴികളാണ്, നല്ല അടിപൊളി റോഡുകളുമാണ്. നടന്നു പോകുന്ന വഴിയിൽ തന്നെയാണ് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉള്ളത്. ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണിത്. ഒരുപാട് പേരിതാ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ്. നടന്നിപ്പോൾ ഏകദേശം KL സെൻട്രലിൻ്റെ ഭാഗത്തെത്താനായി. KL സെൻട്രൽ ബസ് സ്റ്റാൻഡ്, മോണോ റെയിൽ, മെട്രോ അതൊക്കെ ഉള്ളത് അങ്ങ് ഭാഗത്താണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ വില കുറവാണ്. പിന്നെ ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഞങ്ങൾക്കിനി കുറച്ചുകൂടെ പോകാനുണ്ട്. ഇവിടെ KL സെൻട്രൽ എന്നൊക്കെ എഴുതിയത്, അതായത് ഇങ്ങോട്ടാണെന്നൊക്കെ കാണാം.
ഇതാണ് KL സെൻട്രലിൻ്റെ ആ ഒരു വലിയ ഭാഗം. അതായത് മോണോറയിലും മെട്രോയും ട്രെയിൻ സർവീസ് എല്ലാം ഉള്ളത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഡിണ്ടിഗൽ, തലപ്പാക്കട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. ഇനി ഇതിലൂടെ മുഴുവനും നടക്കാം. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ തമിഴ് പാട്ട് തന്നെയാണ്. ഇവിടെ ചെട്ടിനാട് ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ കാണാം. ഇതൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തെ ഷോപ്പുകളൊക്കെ നടത്തുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ചില രാവിലെ ആയതുകൊണ്ടാണ് പല കടകളും ഓപ്പൺ ആകാത്തത്. എന്തായാലും ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. ഇത് ഒരു ഒതൻറ്റിക് ചെട്ടിനാട് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഇതുവഴിയൊക്കെ നടന്നു വരുമ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇതാ ശരവണ ഭവൻ, വേൾഡ്സ് നമ്പർ 1 ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതായത് ഇതൊക്കെ ശരിക്കും നമുക്കൊരു ഇന്ത്യയിൽ കിട്ടുന്ന എന്തൊക്കെയാണ് ഫുഡ് അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മെനു ഒക്കെ ഇതാ, സ്വീറ്റ് പൊങ്കൽ. നമ്മുടെ തമിഴ്നാട്ടിലത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഈ ഭാഗത്ത് വന്നാൽ കിട്ടും. ഒരു ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് പോകുന്നത് കാണാം. റാപ്പിഡ് KL, ഒരു AC ഡബിൾ ഡെക്കർ. ഒരുപാട് ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ഇതൊരു വലിയൊരു കെട്ടിടമാണ്. 38 നിലകളാണ് ഇതിനാകെ ഉള്ളത്. ഇങ്ങനെ ഓരോ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാം. ശരിക്കും നമ്മൾ ഓരോ ഭാഗത്ത് വഴി നടക്കുമ്പോഴും നല്ല വഴികളുണ്ടായാൽ പിന്നെ അങ്ങ് നടന്ന് പൊക്കോളും. പിന്നെ ഇവിടെ ഇപ്പം തന്നെ നല്ല ചൂട് വന്ന് തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ മഴയുമാണ്. പരമാവധി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടു തീർക്കാം. ദ വിവേകാനന്ദ ആശ്രമ, കോലാലംപൂർ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ആശ്രമം ഉള്ളത്. വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയാണ് ഈ ഒരു മുൻഭാഗത്തുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല, കാരണം അവിടുത്തെ ആ ഒരു ഡോറൊക്കെ ഓൾറെഡി ക്ലോസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. കാരണം എല്ലായിടത്തും നമ്മുടെ ഇന്ത്യയിലത്തെ ഓരോ സ്ഥലങ്ങളുടെയും പേരാണ്, ഇന്ത്യയിലത്തെ ഓരോ വ്യക്തികളുടെ പേരാണ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഇവിടുത്തെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ നമ്മൾ റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ ഇവിടെ നിർത്തിത്തരും. ഞങ്ങളിപ്പോൾ കിടക്കുന്നില്ല ഈ സമയത്ത്. പിന്നെ വമ്പൻ വണ്ടികളൊക്കെയാണ് ഇവിടെ. ഇല്ലാത്തതായിട്ടുള്ള വണ്ടികളൊന്നും തന്നെ ഇല്ല, എല്ലാം കിട്ടില്ല വണ്ടികളാണ്. BMW തന്നെ പല മോഡൽസും ഉണ്ട് ഇവിടെ. ഞാനിതുവരെ കാണാത്ത ഒരുപാട് മോഡൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരുപാട് കമ്പനികൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ നേരെ മുൻഭാഗത്തേക്ക് പോവുകയാണേ. എന്നിട്ട് നമുക്കൊരു റൗണ്ട് അടിച്ച് വരാം. ദേ ആ ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്. ഇതൊരു സർക്കിളാണ്. ഇവിടെയാണ് രാംരാജിൻ്റെ ഒരു ഷോപ്പുള്ളത്. അവിടെ ഉള്ളത് ഇതാ ജയറാമിൻ്റെ ഒരു ഫോട്ടോയാണ്. ഈ ലിറ്റിൽ ഇന്ത്യയിലുള്ളവർ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നിന്നും കുടിയേറി പാർത്തവരാണ്. ഞങ്ങൾ ഇവിടുത്തെ ഓരോ കടയുടെയും പേര് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഇന്ത്യയിലത്തെ ഓരോ കടയും മറ്റൊരു രാജ്യത്തുണ്ടല്ലോ, അതാണ് അങ്ങനെ കാണിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ഇത് ചെറിയൊരു സ്ട്രീറ്റ് ആണ്. ഒരുപാട് പേര് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാണാം. ഇത് അടയാർ ആനന്ദ ഭവനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ബോർഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബ്രിക്ക് ഫീൽഡ്സ് ആൻഡ് മസ്ജിദ് ഇന്ത്യ എന്ന് തന്നെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയാണെങ്കിലും അങ്ങനെ ഇന്ത്യ എന്നുള്ള ഒരു ബോർഡ് തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയൊരു തൂണുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇതുപോലെയുള്ള ഷോപ്പുകൾ തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കിയാലും നമുക്ക് കാണാനായി സാധിക്കും. ബോംബെ പോയിന്റ്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കോലാലംപൂർ സിറ്റീൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ കാണാത്തൊരു കാഴ്ച ഇവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. അതായത് വൃത്തിക്കുറവ്. ഇവിടെ എല്ലായിടത്തും അലക്ഷ്യമായിട്ട് തന്നെയാണ് വേസ്റ്റുകൾ ഉള്ളത് അല്ലേ. ഞാൻ നല്ല രീതിയിൽ നോട്ട് ചെയ്തതാണ്. ഞാൻ പറയാൻ ഇരുന്ന കാര്യം കൂടിയാണ്. കാരണം വെച്ചാൽ പല സ്ഥലത്ത് വലിച്ചു വാരിയിട്ട് ഇതാ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും.
പക്ഷെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. മഹാരാജ ടെക്സ്റ്റൈൽസ്. മഹാരാജ ടെക്സ്റ്റൈൽസ് അത് ശരിക്കും പറഞ്ഞാൽ ഓരോ കടയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു തമിഴില്ലേ, തമിഴ് ലാംഗ്വേജ് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. എത്ര രാജ്യങ്ങളിൽ തമിഴുണ്ടല്ലേ. പിന്നെ ഇപ്പം സിംഗപ്പൂര്, മലേഷ്യ, ശ്രീലങ്ക അങ്ങനത്തെ രാജ്യങ്ങളുണ്ട് അറിയോ. തമിഴ് ഒരു പഴയ ലാംഗ്വേജ് ആണല്ലോ. ഇനിയിപ്പോ നേരെ ഈ ഭാഗത്തേക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ ആണ്. ഫിൽട്ടർ കോഫിയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇവിടെയൊക്കെ. ഞങ്ങളിപ്പോൾ നടന്നു വന്ന ആ ഒരു വഴിയുടെ ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ബസ്സുകളില്ലേ, ഇതിൽ കയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്താൽ ഉടനെ തന്നെ അങ്ങനെ കയറാൻ പറ്റില്ല. ഒരു കാർഡുണ്ട്. ആ കാർഡ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ സുഖമായിട്ട് ഇതിൽ ടാപ്പ് ചെയ്തിട്ട് പോവാം. പിന്നെ ഞങ്ങളത് പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ നടന്നു തന്നെയാണ് പോകുന്നത്. പിന്നെ നേരെ ആ ഒരു ഏരിയയിലേക്ക് പോവാം. ഇവിടേക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ളൊരു ബോർഡൊക്കെ കാണാം. പിന്നെ സീ ഫുഡ് ബിരിയാണി. പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു ഫുഡിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ ദോശ എന്നല്ല പറയുക, ദോശ എന്നാണ്. ഞങ്ങൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ദോശ തന്നെയാണ് ദോശ. അപ്പോൾ ഇവിടുത്തെ ഒരു മെനു ഉണ്ട്. പിന്നെ ഇവിടെ പഴം കാണാം. ഇതൊരു പച്ചക്കറി മാത്രം കിട്ടുന്നൊരു കടയാണ്. പിന്നെ ഇനി നേരെ ഇതുവഴി ഇങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്ഷേത്രമായിട്ടുണ്ടാവും. ഇവിടെ പൂക്കളാണ് കൂടുതലും. ഇവിടുത്തെ ഈ കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ഭിക്ഷാടനമുണ്ട്. അതായത് കോലാലംപൂർ സിറ്റീൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്ന സെൻട്രൽ മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും തന്നെയില്ല. സീതാറാം സ്പെഷ്യൽ, ബദാം മിൽക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാത്രിയിലായിരുന്നു വരേണ്ടിയിരുന്നത്. കാരണം ആ സമയത്ത് തന്നെയാണല്ലോ പല കടകളും ആക്റ്റീവ് ആവുക. ഇത് മറ്റേ പാനിപൂരിൻ്റെ അതാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. റിങ്കറ്റ് 20. ഈ റിങ്കറ്റ് 20 എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസയായി. 500 രൂപേൻ്റെ അടുത്ത് തന്നെ എന്തായാലും ഉണ്ട് റിങ്കറ്റ് 20. ഇവിടെ കൂടുതലും പച്ചക്കറി കടകളാണ്. ഇവിടെ പസർ സേനി എന്നൊരു ബോർഡ് കാണുന്നില്ലേ, അവിടേക്ക് തന്നെയാണ് ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ റൂമുള്ള ഭാഗത്തുനിന്നൊരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രം, അത്രേ വരുള്ളൂ. കാരണം ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകളാണ്. ഇങ്ങനെയുള്ള ഫുഡ് കോർട്ടുകളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിയ വൃത്തിയില്ല. കുറച്ച് വൃത്തിക്കുറവുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ഇവിടെയാണ്. ഇതൊക്കെ ടെക്സ്റ്റൈൽസുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഓപ്പണായി വന്നതേ ഉള്ളൂ. പിന്നെ ഈ സമയത്ത് ചൂട് കൂടുതലാണല്ലോ. ഇതുപോലുള്ള മരങ്ങളുള്ളത് കൊണ്ട് പിന്നെ ഒരു ആശ്വാസമുണ്ട്, നല്ലൊരു തണുപ്പുണ്ട്. വളരെ അടുത്ത് ഇടുങ്ങി നിൽക്കുന്ന കടകൾ. പിന്നെ ഇവിടുത്തെ 2 വീലറുകളുണ്ടോ, ഇത് ഇങ്ങനെയാണ്. ഇതിൽ പലതും സ്കൂട്ടറല്ല, ബൈക്ക് തന്നെയാണ്. കാരണം സ്കൂട്ടറിന്റെ രീതിയിലുള്ള ബൈക്കുകളാണ് ഇതൊക്കെ. കുറച്ച് വെറൈറ്റി വണ്ടികളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ കുടിയേറി ഇവിടേക്ക് വന്നവരെയാണ് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ നമുക്ക് ഇവരുടെ വീടുകളൊക്കെ ഇതിന്റെ ചുറ്റുഭാഗത്തേക്കാണ്. അങ്ങോട്ടൊക്കെ പിന്നെ അധികം പോകാൻ പറ്റില്ലല്ലോ. കൂടുതൽ പേര് ഇല്ലത് തമിഴ്നാട് ഭാഗത്തു നിന്നുള്ളവർ തന്നെയാണ്. ഇവിടെ ഒരു ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിനെ കാണാം. ഇതൊരു സിറ്റി ടൂറാണ്. ഇവിടുത്തെ ബൈക്കിനൊക്കെ
എന്തൊരു ശബ്ദ! ഈ വെയിലത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ യാത്ര അത്ര നല്ലതല്ല. വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വൈകുന്നേരം യാത്ര ചെയ്യാനും പറ്റില്ല, മഴയുമാണ്. അത് ഇവിടെ നിന്ന് എടുത്തു. പിന്നെ ഇവിടുത്തെ ബസ്സിലൊന്നും വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ലിറ്റിൽ ഇന്ത്യയുടെ ഒരു ഹൃദയ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയൊരു നിർമ്മിതിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതുവഴി നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു സർക്കിളിൽ തന്നെ ഒരു നിർമ്മിതിയുണ്ട്. അതായത് കുറച്ച് ആനകളുടെ ഒരു സ്റ്റാച്ചു ആണ്. അതിലൂടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ പോകുന്നത് കാണാം. ഇത് കാണാൻ അടിപൊളിയല്ലേ? ഇത് ഇവിടെയും ഉണ്ട് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ. ഇത് ആ മുകളിലായിട്ടും കാണാം. ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ അതുവഴിയാണ് പോകുന്നത്. സിറ്റി ടൂർ ബസ്സിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തെ നിലയിൽ AC ആണ്. മുകളിൽ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരാം. ഇപ്പം ഇവിടെ നിർത്തിയിട്ടാണുള്ളത്. ഗാർഡൻ റൂട്ട് സെറ്റപ്പ് വണ്ടിയാ. ഇനിയിപ്പോൾ ഇവിടുന്ന് റോഡൊക്കെ മുറിച്ച് കിടക്കണമെങ്കിൽ ഇതുപോലെയുള്ള പാലമൊക്കെ ഉണ്ട്. വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ്, അതായത് മഴയൊന്നും നനയില്ല. ഇതും ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾ വന്നത് അതുവഴിയായിരുന്നു. ഇപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഒരു ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പം ഇവിടെ ഒരു ശബ്ദമൊക്കെ കേൾക്കും. ടിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? അതായത് ഇതിപ്പോൾ ഉള്ളത് നേരെ KL സെൻട്രൽ ആ ഒരു സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ 2 ദിവസം മുന്നേ ഇതിലൂടെ നടക്കുമ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇവിടത്തേക്ക് വന്നൊരു ഡബിൾ ഡെക്കർ ബസ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഭാഗത്തായിരുന്നു നിർത്തിയത്. നേരിട്ട് സിംഗപ്പൂരിലേക്ക് ഇവിടുന്ന് ബസ് സർവീസൊക്കെ ഉണ്ട്. ഇവിടെ ഡീസലിനും പെട്രോളിനും പൈസ കുറവാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഈ മലേഷ്യയിൽ, അതായത് ഇവിടെയൊക്കെ കൂടുതലും കാറുകൾ കൂടുതലാണ്. 2 വീലറിനെക്കാട്ടും കൂടുതലുള്ളത് കാറുകൾ തന്നെയാണ്. അതിലൊരു റീസൺ ഞങ്ങൾ അറിഞ്ഞത്, ഇവിടെ 0 ഡൗൺ പേയ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് കാറുകൾ എടുക്കാം. എന്നിട്ട് 9 വർഷത്തെ കാലയളവിലാണ് അത് തിരിച്ചടക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കാറ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതലത് എടുക്കുമല്ലോ. പിന്നെ 9 വർഷത്തെ ഒരു പീരീഡും കൂടി ഉണ്ട്. സുഖമായിട്ട് എടുത്ത് നമുക്ക് തിരിച്ചടക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും നല്ല പൈസയുണ്ട്. കാരണം ഇവിടെ കൂടുതലും നല്ല പ്രീമിയം കാറുകൾ തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. ഇവിടെ ഒരു റാപ്പിഡ് KL ഉണ്ട്. ഇതിപ്പോൾ പസർ സേനിന്ന് വരുന്ന വണ്ടിയാണ്. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ കണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെയും ഒരുപാട് നോർത്ത് ഇന്ത്യൻ, അതുപോലെ തന്നെ ട്രഡീഷണൽ ചെട്ടിനാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നില്ലേ, അതേപോലെ തന്നെ മറ്റൊരു വലിയ ക്ഷേത്രമാണിത്. ഇവിടെ ഇതാ പൂക്കളൊക്കെ വിൽക്കുന്നത് കാണാം. ഒരുപാട് പേരിത് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ചെരുപ്പിതാ ഈ ഭാഗത്തായിട്ട് വെക്കാം. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ കാണാം. ഇവിടെ ആ ഒരു മാലയാക്കുന്നതാണ്. ആ ഒരു ഇതാ ഒരു കയറിൽ കോർത്തിട്ട് ഇവിടെയൊക്കെ ഒരുപാട് പേര് ചെരുപ്പൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെയുള്ള ക്ഷേത്രം വീര ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയുണ്ട്. ഇവിടേക്ക് രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തേക്കൂടെ ഒരു ക്ഷേത്രമുണ്ട്. അതങ്ങ് ദൂരെയാണ്. അത് കന്ദസ്വാമി ക്ഷേത്രം. കന്ദസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് ഞങ്ങളിതാ എത്തിയിരിക്കുകയാണേ. ഇവിടുത്തെ ഓരോ കൊത്തുപണികളൊക്കെ കണ്ട. ഇവിടുത്തെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ വാസ്തുവിദ്യ അല്ല,
ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഈ ഒരു ക്ഷേത്രവും കോലാലംപൂരിലെ വളരെയധികം പഴക്കം ചെന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. ഇതുണ്ടല്ലോ ശ്രീലങ്കൻ തമിഴ് ക്ഷേത്രത്തിൽ പെടുത്താം നമുക്ക്. കാരണം വെച്ചാൽ ആ വാസ്തുവിദ്യ കണ്ട സമയത്ത് മനു പറഞ്ഞില്ലേ, അത് നമ്മുടെ ഇന്ത്യൻ ആ ഒരു വാസ്തുവിദ്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്. കാരണം വെച്ചാൽ ഇത് ശ്രീലങ്കയിലെ ജാഫ്നയിലുള്ള നല്ലൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ആ ഒരു വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിതിട്ടുള്ളത്. ഇവിടെ ഒരു 10 മണി to 12:30 വരെയൊക്കെയാണ് നല്ല ചൂട്. പിന്നെ ഇരിക്കാനിതാ ഇതേപോലുള്ള ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ പോകാമെന്ന് കരുതി. കാരണം ഒരേ നടത്തം അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇന്ന് മലേഷ്യയിലത്തെ ഒരു ഇന്ത്യൻ സ്ഥലം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. രാവിലെ തന്നെ പോയതുകൊണ്ട് പല കടകളും ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അധിക നേരം ഇനിയിപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇവിടുത്തെ കടകളൊക്കെ, അതായത് ഈ കോലാലംപൂരൊക്കെ വളരെയധികം ആക്റ്റീവ് ആവുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ട്, വേറൊന്നുമല്ല ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അതല്ല, ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഇവിടുത്തെ കാലാവസ്ഥ മലേഷ്യയിലെ കാലാവസ്ഥ വളരെയധികം പെട്ടെന്ന് മാറുക. അതായത് ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല മേഘങ്ങൾ വരും, പിന്നെ നല്ല ഇരുട്ടായി. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ശക്തമായ മഴ, ഇടി മിന്നല്. നമ്മുടെ തുലാവർഷമില്ലേ നമ്മുടെ കേരളത്തിൽ, അതുപോലെ തന്നെയാണ് ഇപ്പൊ. ഞാൻ മനോട് അതാ പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഇവിടെ വന്ന ദിവസം, അതായത് നമ്മൾ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തത് 3 ദിവസം കൊണ്ടാണ്. ആ ഒരു എക്സ്പ്ലോറിംഗ് ഒക്കെ, കേരള ടവറും മറ്റു കാര്യങ്ങളൊക്കെ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അടുത്തൊരു നല്ലൊരു സ്ഥലത്തേക്കാണ് പോവേണ്ടത്. അതിൻ്റെയൊക്കെ കിടിലം വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു ദിവസം കണ്ടതിലേക്കും ബൈ.